ഇത് റീച്ചിന് വേണ്ടിയാന്ന് പറയുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ പോയി തലവെച്ചോർത്തോ. വേറൊരു സ്കാമാണ് പെട്ടുപോകാണ്ട് നോക്കിക്കോ. നിങ്ങളെ ഇവിടെ ഹൗസ് ബിൽഡിങ്ങിന് കൊണ്ടുവരാം, അല്ലെങ്കിൽ FSTക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക്, നഴ്സിംഗ് ജോലിക്ക്, ബാച്ചിലേഴ്സിന്, മാസ്റ്റേഴ്സിന്, വാട്ടവർ എന്തിനെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അവർ ഏജൻസിക്കാർ നിങ്ങളുടെ നിന്ന് അഡ്വാൻസ് വാങ്ങി വയ്ക്കും. എന്നിട്ട് നടക്കണം എന്താണെന്നറിയോ, ഇവർ നിങ്ങൾക്കൊരു ഫേക്ക് ആയിട്ടൊരു വീഡിയോ കോൾ ഇന്റർവ്യൂ സെറ്റ് ആക്കി തരും. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ റിജക്ഷൻ കിട്ടി പാസ്സായില്ല എന്ന് പറയും. കാരണം അവർ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് മോശമായിരുന്നായിരിക്കും ഇവർ പറയാൻ നിൽക്കണേ. അവർ നിങ്ങൾ അങ്ങനെ വിശ്വസിപ്പിക്കും. ഞങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമാണ്. ഇന്റർവ്യൂ ഒക്കെ നമ്മൾ ചെയ്തു തന്നു, പക്ഷെ നിങ്ങൾ മര്യാദയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്തതുകൊണ്ടാണ്, ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞു വിടും. അതുകൊണ്ടാണ് റിജക്റ്റ് ആയെന്ന് പറയും. കുറച്ച് നാൾ നിങ്ങളുടെ ആ പ്രോസസ്സിങ് ഒരു നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. എന്നിട്ട് അവർ പറയുന്നത് ഇത്ര നാളായിട്ട് നിങ്ങളുടെ പ്രോസസ്സിങ്ങുകൾ ചെയ്തു, നിങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂ റെഡിയാക്കി തന്നു, നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് കിട്ടാണ്ടിരുന്നത്, ഞങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല. ഇതും പറഞ്ഞ് ഇവർ ഈ എമൗണ്ട് മുക്കും. ഈ എമൗണ്ട് നിങ്ങൾക്ക് പിന്നെ തിരിച്ച് കിട്ടാനേ പോണില്ല. അതുമാത്രമല്ല, ഒരു 3-4 മാസം നിങ്ങളുടെ ഈ ഒരു എമൗണ്ട് നിങ്ങൾ 1, 2 അല്ലെങ്കിൽ 50,000 നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസം ഇവരെ കയ്യിൽ ഒരു ഹോൾഡ് ചെയ്യും. അവർ ഈ ഹോൾഡ് ചെയ്ത നിങ്ങളുടെ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് ഇവർ വേറെ ആൾക്കാർക്ക് മറിച്ചു കൊടുക്കും. അതായത് വേറെ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുന്ന പിള്ളേർക്ക് ഷോ മണി കാണിക്കണം നാട്ടിൽ. അവർക്കതൊരു ഇൻട്രസ്റ്റ് നിരക്കിൽ, ഒരു പലിശ നിരക്കിലായിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് വേറൊരു പ്രോഫിറ്റായി. ശ്രദ്ധിച്ചോ നിങ്ങൾ ഇങ്ങനത്തെ സ്കാമിൽ പെടാണ്ട് ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഏജൻസി നിങ്ങൾ ചൂസ് ചെയ്തോ. പിന്നെ ഒരു കാര്യം, ഒരിക്കലും എല്ലാ ഏജൻസിനെ കുറിച്ചല്ല ഞാൻ പറയണേ. നാട്ടിൽ നടക്കുന്ന ചില ഏജൻസികൾ, നല്ല ഏജൻസികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചില ഏജൻസികൾ ചെയ്യണ ഒരു കാര്യത്തെക്കുറിച്ച് ഞാനീ പറയണേ. കഴിഞ്ഞൊരു വീഡിയോ ഇട്ട് ഇപ്പോൾ പലരും കമന്റ് ചെയ്തിട്ടുണ്ടായി, ഏജൻസിയുടെ പേര് പറയാൻ മടിയാണോ പേടിയാണോ ഒക്കെ ചോദിച്ചിട്ട്. പേടിയായിട്ടൊന്നുമല്ല, ഞാൻ പറയുന്നതും ഇത് അനുഭവിച്ചവർ പറയുന്നതും രണ്ടാണ്. അപ്പോൾ ഈ അനുഭവിച്ച പിള്ളേരൊന്നും അവരുടെ കോഴ്സൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അവരുടെ കോഴ്സിനെ അത് ബാധിക്കുന്നു. അവർക്കും പേടിയുണ്ട്, എനിക്കും പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവരെ വീഡിയോയിലൊന്നും കൊണ്ടിരുത്താത്തത്. ഇത് റീച്ചിന് വേണ്ടിയാന്ന് പറയുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ പോയി തലവെച്ചോർത്തോ.